ആളെയാണ്. അപ്പൊ നിങ്ങൾ കരുതും കുഞ്ചാക്കോബാബനാണ്. ഇതാ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടോ? ചേട്ടൻ നമ്മുടെ ആളല്ലേ. അപ്പൊ എന്റെ സൗന്ദര്യത്തിനും വണ്ണത്തിനും പൊക്കത്തിനുള്ള ഒരാളെ ഞാൻ എടുക്കാം. അതാരുമല്ല, ശ്രീനിവാസൻ. അളിയാ ഫ്രണ്ടിൽ നിന്ന് കയ്യടിച്ചേട്ടൻ കേട്ടോ. അത് തന്നെ. ഇപ്പൊ ശ്രീനിവാസൻ അമ്മാമയെ കിടിലം കൊടുക്കുന്ന ഒരു പരമ്പര പോക്കറ്റിലിട്ട് അമ്മാനെ മാടിക്കൊണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മൗന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടേക്കുക, ആ കോഴിയുടെ പരിപ്പളേക്കാണ് രാധ ഓർഡർ നിൽക്കൂ, രാധ കൈയടിക്കാൻ പറയണായിരിക്കും. നല്ലൊരു കൈയടി. സ്റ്റാർ മാജിക്കിൽ ആ ശ്രീവിദ്യയുടെ തല്ലുകൊണ്ട് ഒരു രീതിയിലുള്ള നാണവും മാനമില്ലാണ്ടായിട്ട് മാറിയേക്കുക. അടുത്ത താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അടുത്ത താരം എന്ന് വെച്ചാല് നമ്മുടെയൊക്കെ ശ്രീ ഇന്നസെന്റ് ഏട്ടൻ വേദിയിലേക്ക് വന്ന് ഇവിടെ കടക്കൽ തിരുവാതിരയോടനുബന്ധിച്ചൊക്കെ സംസാരിച്ച് രണ്ട് കവള് പാട്ടൊക്കെ പാടിയാൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ഇന്നസെന്റ് ഏട്ടൻ കടക്കൽ തിരുവാതിരയ്ക്ക് വന്ന് സംസാരിക്കുന്നു. നന്നായിട്ടുണ്ട്, വളരെ വളരെ നന്നായിട്ടുണ്ട്. എന്റെ ഈശ്വര, എന്തോ ഒരു ഇടിവാള് ഭൂമിയിൽ വീണ് പാഴായി പോണു. അതിലൊരെണ്ണം ഇവന്റെ തലക്കട വെറുതെ തെന്നിച്ച് വിട്ടുകൂടെ? അതിന് കാശ് മുടക്കുന്നില്ലല്ലോ. ഏതായാലും ഈ കടക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് എനിക്കും ഇവിടെ വരാൻ കഴിഞ്ഞതില് വളരെ സന്തോഷം. എന്താണെന്നറിയില്ല, എൻ്റെ കൂടപ്പിറപ്പുകളെ ഓർക്കസ്ട്ര കണ്ടു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ പാടിപ്പോകും. അതുകൊണ്ട് ആ ഓർക്കസ്ട്രയിലൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പാട്ടിടാം.